എന്ന കുട്ടിപ്പയ്യന്റെ കഥയാണ് കൂട്ടുകാരെന്ന് കേൾക്കാൻ പോകുന്നത്. കുഞ്ഞായിരിക്കുമ്പോ തന്നെ അച്ഛനെയും അമ്മയെയും നഷ്ടമായ എലിയോയെ വളർത്തിയിരുന്നത് അവന്റെ ആന്റിയായ ഒൽഗയായിരുന്നു. എപ്പോഴും വിഷമിച്ചിരിക്കുന്ന എലിയോയെ ഹാപ്പിയാക്കാൻ ഒരിക്കൽ ആന്റി അവനെ സ്പേസ് എക്സിബിഷന് കൂട്ടിക്കൊണ്ടുവന്നു. ആന്റിയുടെ കണ്ണ് തെറ്റിയ ഉടനെ തന്നെ ഇവൻ കറങ്ങി നടക്കാനായി ആരംഭിച്ചു. ഈ ആന്റിക്ക് ആസ്ട്രോണറ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവനെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് അവരിപ്പോ എയർഫോഴ്സിൽ മേജറായിട്ട് ജോലി ചെയ്യുവാണ്. കറങ്ങി നടക്കുന്നതിനിടയിൽ എലിയോ ഒരു മുറി കണ്ടു, ഒരു ഇരുട്ടുമുറി. അതിനകത്ത് വോയേജർ 1 എന്ന സ്പേസ് ക്രാഫ്റ്റിനെ പറ്റിയായിരുന്നു ഉണ്ടായിരുന്നത്. ഏലിയൻസിനെ കണ്ടുപിടിക്കാനായി സ്പേസിലേക്ക് അയച്ചിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് ആയിരുന്നു വോയേജർ 1. അതിങ്ങനെ ദൂരേക്ക് പോയി എവിടെയെങ്കിലും നമ്മളെ പോലെ ആരെങ്കിലും ഉണ്ടോ, ഏലിയൻസ് എന്താണ് എന്നെല്ലാം കണ്ടുപിടിക്കും. ഇതിനെ പറ്റിയിട്ട് അവിടെ ഒരു വീഡിയോ തന്നെ ഇവൻ കാണുന്നുണ്ട്. പെട്ടെന്നാണ് ആന്റി വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയത്. ഈ ഒരു സംഗതിക്ക് ശേഷം നമ്മുടെ എലിയോയുടെ മനസ്സിൽ ഏലിയൻസ് എന്ന വാക്ക് കടന്നുകൂടി. ഏലിയൻസ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായി പിന്നെ അവന്റെ ലൈഫ് മുഴുവനായിട്ട് വളർന്നതിനനുസരിച്ച് അവന്റെ ആഗ്രഹം കൂടിക്കൂടി വന്നു. ഇവൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഈ ഏലിയൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി ബീച്ചിൽ പോയി ഇങ്ങനെ കിടക്കും. ഏലിയൻസ് എന്നെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് 1 2 തവണയല്ല, എന്നും അവൻ ഇത് തന്നെ പരിപാടി. സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങും, എന്നിട്ട് ക്ലാസ്സും കട്ട് ചെയ്ത് ബീച്ചിൽ പോയി. ഇപ്പൊ അവന്റെ തലയിലിരിക്കുന്ന ആ ഒരു സംഗതികളൊക്കെ ഉണ്ടല്ലോ, അത് ഏലിയൻസിന് ഇവൻ ഇവിടെ ഉണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സംഗതിയൊക്കെയാണ്. അങ്ങനെ അവൻ അവിടെ പോയി കിടക്കും. ഒരു ദിവസം രാത്രിയില് ബ്രയാൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഇവനെ കണ്ടുവരികയാണ്. നമ്മുടെ എലിയുടെ കയ്യിൽ ഒരു ഹാം റേഡിയോ ഉണ്ട്, അതായത് ഒരു വയർലെസ് റേഡിയോ. ഇതുപോലൊരു ഹാം റേഡിയോ നമ്മുടെ ബ്രയാന്റെ കയ്യിലുണ്ട്. അത് തരാനായിട്ട് എലിയോവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 റേഡിയോ വേവ്സിന്റെ ശക്തി കൊണ്ട് ഏലിയൻസിലേക്ക് എന്റെ സിഗ്നൽ കിട്ടും എന്നൊക്കെയാണ് നമ്മുടെ എലിയോ വിചാരിക്കുന്നത്. ബ്രയാന്റെ ഫ്രണ്ടായ സെലബ് ഇവിടെ നിന്ന് എന്തോ ഒരു 2 ഹാം റേഡിയോ വെച്ചപ്പോ എന്തോ ഒരു ശബ്ദം കേട്ടു, അതെന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് എലിയോ അത് സമ്മതിച്ചില്ല. അടിപിടിയായി അവസാനം ആ 2 റേഡിയോസും പൊട്ടി എന്തോ ഒരു സിഗ്നൽ വന്നിരുന്നു. അതിവന് കേൾക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ അടിപിടിക്കിടയിൽ നമ്മുടെ എലിയോന്റെ കണ്ണൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇവന്മാർ തമ്മിലുള്ള അടിപിടി പോലീസ് വരെ കേട്ടു. അങ്ങനെ എന്താ അവിടെ എന്ന് ചോദിച്ച് ഇവരെ എല്ലാവരെയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ആന്റി നമ്മുടെ എലിയോയെ ഇറക്കിക്കൊണ്ട് നേരെ അവരുടെ ഓഫീസിലേക്ക് വന്നു. നിന്നെ കൊണ്ട് എനിക്കിപ്പോ ജോലി പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാ. ഇപ്പൊ എനിക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. നീ എന്റെ അടുത്ത് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിലേ എന്റെ ഈ ക്യാബിനിൽ ഒരു 10 മിനിറ്റ് അടങ്ങി ഒതുങ്ങി ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ആന്റി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. സ്പെഷ്യൽ മീറ്റിംഗ് എന്തിനാന്ന് വെച്ചാൽ ഇവിടെയുള്ള മെൽമാക് എന്ന ജോലിക്കാരൻ എന്തോ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള സിഗ്നൽ കിട്ടിയെന്നും പറഞ്ഞ് വിളിച്ചതാണ്. സോ ഈ ഒരു ഏലിയനെ പറ്റി കേട്ടപ്പോഴേ അവിടേക്കും നമ്മുടെ എലിയോ നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എലിയോക്ക് നേരത്തെ കിട്ടിയ ആ ഒരു സിഗ്നൽ തന്നെയാണ് ഇവൻ ഇപ്പൊ ഡീകോഡ് ചെയ്തെടുക്കുന്നത്. അന്ന് വോയേജർ 1 ഹലോ വി ആർ ഫ്രം എർത്ത് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു സിഗ്നൽ അയച്ചിരുന്നു. അതിനൊരു മറുപടി ആയിട്ട് ഹലോ എർത്ത് എന്നായിരുന്നു ഇങ്ങോട്ട് വന്ന സിഗ്നൽ. ഇത് ഏലിയൻസ് ആണെന്ന് മെൽമാക്ക് പറയുന്നുണ്ട്, പക്ഷേ ആന്റി അടക്കം ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എലിയോ നേരെ ആ ഒരു കമ്പ്യൂട്ടറിൽ അടുത്ത് വന്നിട്ട് ഹലോ ഐ ആം എലിയോ ഫ്രം എർത്ത്, ഞാൻ അവിടേക്ക് വരാനായി ആഗ്രഹിക്കുന്നു, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു റിപ്ലൈ മെസ്സേജ് അങ്ങോട്ട് സെൻഡ് ചെയ്തു. ഉടനെ തന്നെ അവിടെ ഭയങ്കരമായിട്ടൊരു സിഗ്നൽ വേരിയേഷൻ വന്ന് പവർ കട്ട് ആവുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെ ആന്റിയുടെ അടുത്ത് പറഞ്ഞു. ഇവന്റെ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആന്റിയുടെ ജോലി വരെ പോവും, നീ ഇനിയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുക, നാളെ നിന്നെ ഞാൻ ക്യാമ്പിൽ കൊണ്ടാക്കാൻ പോവാണെന്ന് ആന്റി പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ഇഷ്ടങ്ങളൊന്നും നോക്കാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എലിയോ ചൂടാവുകയാണ്. നമ്മൾ ഫാമിലി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്റെ ഫാമിലി അല്ല എന്നും അവൻ പറയുന്നുണ്ട്. ആന്റിക്ക് അത് ഒരുപാട് വിഷമാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആന്റി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലൂടെയാണ് ഞാനിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ എലിയോക്കും അവൻ ആകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുകയാണ്. ഏലിയൻസ് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയെന്നും പറഞ്ഞിട്ട് അന്ന് രാത്രി ടെറസിന്റെ മുകളിലും നമ്മുടെ എലിയോ മാനം നോക്കി കിടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അവനെ ആന്റി നേരെ ക്യാമ്പിൽ കൊണ്ടാക്കുകയാണ്. അവിടെ നമ്മുടെ സെലബും ബ്രയനും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇവനാണെങ്കിൽ അവരെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. അന്ന് രാത്രിയില് ഇവന്മാരെല്ലാവരും എലിയോയെ പേടിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. ഈ പ്ലാൻ നമ്മുടെ എലിയോ നേരത്തെ തന്നെ ഒളിഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഇവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത്. ഇതേ രാത്രിയിൽ ആന്റിക്ക് പുറത്തു നിന്നൊരു സിഗ്നൽ കിട്ടുകയാണ്, അതായത് എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടൊരു സിഗ്നൽ. ഇവർക്ക് ഈ സ്പേസ് ക്രാഫ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും എന്നൊക്കെ വിചാരിച്ചപ്പോ അതല്ല, മറ്റെന്തോ സിഗ്നൽ ആണെന്ന് ആന്റിക്ക് മനസ്സിലാവുന്നുണ്ട്. എലിയോ ആണെങ്കിൽ ഇവന്മാരെ പേടിച്ച് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിഗ്നൽ ഡീകോഡ് ചെയ്ത് ആന്റി ഒന്ന് ഞെട്ടി പോകുന്നുണ്ട്. കാരണം ബ്രിങ് അസ്
ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പുറത്തു നിന്ന് ആരോ ഏലിയൻസ് ഉണ്ടെന്ന് കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ആന്റിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പയ്യന്മാരാണെങ്കിൽ എലിയോയെ പിടിച്ച അതേ സമയത്ത് അവിടെ ആ സിറ്റുവേഷൻ തന്നെ ഫ്രീസ് ആയി പോവാണ്. നോക്കുമ്പോൾ അവന് മാത്രം അനങ്ങാനായി സാധിക്കുന്നുണ്ടായിരുന്നു. തൊട്ടു മുന്നിലായിട്ട് മറ്റെന്തോ ഒരു ഗാലക്സി വന്ന് നിൽക്കുന്നത് പോലെ ശരിക്കും അവനപ്പൊ തോന്നി ഇതേ നിൽക്കുന്നു മറ്റൊരു സ്പേസ് ക്രാഫ്റ്റ് എന്ന്. അങ്ങനെ ആ ഒരു സ്പേസ് ഷിപ്പിലേക്ക് ഏറെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ എലിയോ ചെന്ന് കയറി കൊടുക്കുകയാണ്. അവിടെ നിന്ന് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ എലിയോ കണ്ടുമുട്ടുന്നത് ഓ എന്ന് പേരുള്ള ഒരു ലിക്വിഡ് സൂപ്പർ കമ്പ്യൂട്ടറിനെയാണ്. ആ സൂപ്പർ കമ്പ്യൂട്ടർ ഇവനൊരു ചിപ്പ് കൊടുക്കും. ആ ചിപ്പ് വെച്ച് ഇവന് ഇഷ്ടമുള്ള രീതിയിൽ ബോഡി ടെമ്പറേച്ചർ മാറ്റാൻ സാധിക്കും, ഗ്രാവിറ്റി ഓൺ ചെയ്യാൻ പറ്റും, ഓഫ് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ഏലിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പേര് കമ്മ്യൂണിവേഴ്സ് എന്നാണ്. അതായത് ഏലിയൻസ് നോളജ് ഷെയർ ചെയ്യുന്ന ഒരു സ്പേസ് ആണിത്. അവിടെ ഒരുപാട് വേൾഡിൽ നിന്നുള്ള ഏലിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവൻ അയച്ച ആ മെസ്സേജ് കണ്ടിട്ടാണ് ഇവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു മെസ്സേജ് ഒക്കെ തന്നെ നമ്മുടെ എലിയൊക്കെ അവർ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളാണോ വോയേജർ 1 ഉണ്ടാക്കിയത് എന്ന് ചോദിക്കും നമ്മുടെ എലിയോ. അതെ, ഞാനാണ് വോയേജർ 1 ഉണ്ടാക്കിയത്. സോ അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങൾക്ക് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എലിയോ നുണയൊക്കെ പറയും. അങ്ങനെ ഇവരുടെ ഈ ഒരു കമ്മ്യൂണിവേഴ്സിൽ ഇവനെ ഒരു മെമ്പർ ആക്കണം. അതിന് ഇവൻ ആപ്റ്റ് ആണോ, ആ ഒരു മെമ്പർ ആവാൻ വേണ്ടി ഇവൻ ശരിക്ക് അർഹനാണോ എന്നൊക്കെ തെളിയിക്കണം. എന്നാൽ നമ്മുടെ എലിയോ ആണെങ്കിൽ പറയുന്നത് ഇവൻ അർഹനാണെന്ന് അവർ വിചാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എർത്തിലെ ലീഡർ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് ഇവനെ മെമ്പർ ആക്കണം എന്നുള്ളതിന്റെ മീറ്റിംഗിന്റെ അതേ സമയത്ത് ഗ്രിഗോൺ എന്ന് പറയുന്ന ഒരു ഏലിയനെ ഈ കമ്മ്യൂണിവേഴ്സിലെ മെമ്പർ ആക്കാൻ പറ്റില്ല എന്ന് ഇവിടെയുള്ള എല്ലാ ഏലിയൻസും പറഞ്ഞത് കേട്ട് ഗ്രിഗോൺ എന്ന ആ ഒരു ഏലിയൻ ഞാൻ ഈ കമ്മ്യൂണിവേഴ്സ് തന്നെ തകർക്കാൻ പോവാണെന്ന് പറയാണ്. എന്നിട്ട് ഇവരെ എല്ലാവരെയും പേടിപ്പിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ നമ്മുടെ എലിയോ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ അക്കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എന്തായാലും മെമ്പർ ആക്കുമല്ലോ എന്ന് പറയാണ്. അല്ലെങ്കിൽ ഈ ഗ്രിഗോന്റെ പ്രശ്നം കാരണം നമ്മുടെ എലിയോയെ ഇപ്പൊ ഭൂമിയിലേക്ക് അയച്ച് പിന്നെ ഒരു 1000-1500 വർഷങ്ങൾക്ക് ശേഷം അവനെ തിരിച്ചു വിളിക്കാമെന്ന് ഇവർ പറഞ്ഞു. പക്ഷെ അന്നേരത്തേക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ നമ്മുടെ എലിയോയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ എലിയോ അതൊക്കെ തീർപ്പാക്കുകയാണ്. എന്തായാലും ഭൂമിയിൽ ഇപ്പൊ എലിയോ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഓ എന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഇവന്റെ ഒരു ക്ലോണിനെ ഉണ്ടാക്കി. ആ ക്ലോണിനെ ഭൂമിയിലേക്ക് അയക്കും. എന്നിട്ട് ആന്റിയുടെ കൂടെ ആ ക്ലോൺ ജീവിക്കും. ശരിക്കും ഇവന്റെ ക്ലോണിനെ കാണുമ്പോൾ നമ്മുടെ എലിയോ തന്നെ ആകെ വണ്ടർ അടിച്ച് നിന്ന് പോകുന്നുണ്ട്. ഭൂമിയിലേക്ക് ഓ തന്നെ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മുടെ ക്ലോൺ എലിയോയെ നേരെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് നമ്മുടെ എലിയോയുടെ അടുത്ത് ഇനി ഗ്രിഗോണിനെ നേരിടണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും അറിയുന്ന നമുക്കൊക്കെ ChatGPT ഒക്കെ പോലെ ഇവിടെ വേറൊരു സൂപ്പർനോവയുണ്ട്. ആ സൂപ്പർനോവയുടെ അടുത്ത് എങ്ങനെയാണ് ഗ്രിഗോണിനെ തടയേണ്ടതെന്നൊക്കെ നമ്മുടെ എലിയോ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ആന്റി ആണെങ്കിൽ പിറ്റേ ദിവസം ക്യാമ്പിൽ പോയി നമ്മുടെ ക്ലോൺ എലിയോയെ സ്വന്തം എലിയോ ആണെന്നും കരുതി വിളിച്ചുകൊണ്ട് വരികയാണ്. പക്ഷെ എലിയോയുടെ സ്വഭാവം മാറിയിരിക്കുന്നത്. വളരെ കാമായിട്ടാണ് എലിയോ സംസാരിക്കുന്നത്. നമ്മുടെ ആന്റിക്ക് ചെറുതായിട്ടൊരു സംശയം തോന്നുന്നുണ്ട്. ഇവിടെ ആവട്ടെ നമ്മുടെ എലിയോ ഫുൾ പ്ലാനിങ് ആണ്. ഇപ്പൊ ഗ്രിഗോന്റെ ആർമീസ് കമ്മ്യൂണിവേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ എലിയോയെ ഇവിടെയുള്ളവരെ ഒരു സ്പേസ് ഷിപ്പിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് അയക്കും. ആദ്യമായിട്ട് സ്പേസ് ഷിപ്പ് ഓടിക്കുന്ന പേടിയൊക്കെ നമ്മുടെ എലിയോയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തിട്ട് നേരെ അവിടേക്ക് എത്തിപ്പെടുന്നുണ്ട്. സംഗതി ഉള്ളിൽ ഭയങ്കര പേടിയാണെങ്കിലും എന്തോ രാജാവിനെ പോലെ ഒട്ടും പേടിയില്ലാത്ത പോലാണ് അവിടെ പോയിട്ട് ഇവൻ പെരുമാറുന്നത്. അങ്ങനെ ഗ്രിഗോന്റെ മുന്നിലെത്തിയിട്ട് ഇവൻ കാര്യങ്ങൾ സമാധാനപരമായി സംസാരിച്ച ആരാണ് അതിന് വില കൊടുക്കാത്തത്? അപ്പൊ എന്തായാലും സംസാരിച്ച് തീർക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ എലിയോ പോയിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കഴിവ് അപാരമാണ്. ആ കഴിവിനെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കമ്മ്യൂണിവേഴ്സിലുള്ളവർക്ക് ബുദ്ധിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ അവർ വേണ്ടാന്ന് പറഞ്ഞത്. സോ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. എനിക്കിങ്ങനെ സംസാരിച്ച കാര്യങ്ങൾ തീർക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് നീ എന്റെ കൂടെ എയിം ചെയ്തുവാ, ഉന്നം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ കേൾക്കാമെന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മുടെ ഗ്രിഗോന്റെ അത്ര ഉന്നം നമ്മുടെ എലിയോയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിന്റെ ഇടയിൽ നമ്മുടെ എലിയോ എന്തോ ഒരു അബദ്ധം കൂടെ പറഞ്ഞു. ഉടനെ തന്നെ ഗ്രിഗോണ് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. ഇവനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പിടിച്ച് പൂട്ടിയിടണം, എന്നിട്ട് കമ്മ്യൂണിവേഴ്സ് നമുക്ക് തകർക്കണം എന്നൊക്കെ പറഞ്ഞ് ഗ്രിഗോൺ അങ്ങോട്ട് ഉത്തരവിട്ടു. നമ്മുടെ എലിയോയ്ക്കുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു? ഇതേ സമയത്ത് ആന്റിക്കാണെങ്കിൽ നമ്മുടെ എലിയോ പണ്ടത്തെ പോലെയല്ല, നല്ല സ്വഭാവം മാറി നല്ല കൊച്ചായിരിക്കുകയാണ്. ഇവൻ ഒരു ദിവസം കൊണ്ട് ഇത്ര മാറ്റമൊക്കെ സംഭവിക്കുമോ എന്നെല്ലാം പറഞ്ഞിട്ട് ആന്റി ഫ്രണ്ടിനെ വിളിച്ച് പറയുന്നുണ്ട്.
ഇപ്പൊ എലിയോയെ തടവറയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണമല്ലോ. അപ്പോഴാണ് ഇവന്റെ കയ്യിൽ ചിപ്പിന്റെ കാര്യം ഓർമ്മ വന്നത്. അവൻ ആ ചിപ്പിലെ ഗ്രാവിറ്റി അങ്ങോട്ട് ഓഫ് ചെയ്യും. അപ്പൊ അവന് പറക്കാൻ പറ്റും. മുകളിൽ ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ആ വിൻഡോയിൽ എത്തുമ്പോൾ ഗ്രാവിറ്റി ഓൺ ചെയ്യും. അങ്ങനെ ആ വിൻഡോയിലൂടെ അവൻ പുറത്തു കടക്കാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഇടയ്ക്ക് അവൻ പെട്ടെന്ന് ഒരു കുഴിയിലോട്ട് അങ്ങ് വീണുപോകും. ആ കുഴിയിൽ എന്തോ ഒരു വല പോലത്തെ ഒരു സ്ലൈം പോലെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അവിടെ അവൻ തടഞ്ഞു നിൽക്കും. ഉടനെ തന്നെ വല്ലാത്തൊരു ജീവി അവന്റെ മുന്നിലേക്ക് വരും. നമ്മുടെ എലിയോ അങ്ങ് പേടിച്ചു പോകും. പക്ഷേ പിന്നീട് അവന് മനസ്സിലാവും ശരിക്കും നമ്മുടെ ഗ്രിഗോൺ ഒക്കെ ഇരിക്കുന്നത് ഈ ഒരു ജീവിയെ പോലാണ്. അവരുടെ ആ ഒരു ജീവി വർഗത്തിന്റെ ഒരു രൂപത്തിലാണ്. ഇത് നമ്മുടെ ഗ്രിഗോണിന്റെ മകനായിട്ടുള്ള ഗ്ലോഡൻ ആയിരുന്നു. അങ്ങനെ ഗ്ലോഡനും ഒരു കൊച്ചുകുട്ടിയാണെന്ന് മനസ്സിലായിട്ട് എലിയോനോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. എലിയോയെ പറ്റിയുള്ള സത്യങ്ങൾ എലിയോ തിരിച്ചും പറയും. ഗോൾഡനെ പറ്റിയുള്ള സത്യങ്ങൾ ഗ്ലോഡൻ ഇങ്ങോട്ടും പറയും. അങ്ങനെ എലിയോ വന്ന പ്രശ്നത്തെ പറ്റി പറയുമ്പോൾ ഗ്ലോഡൻ പറയും എന്നാ ശരി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്. അങ്ങനെ ഇവിടെ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഗ്ലോഡൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ എലിയൊക്കെ ഒരു ബുദ്ധി തോന്നും. ഇവനെ യൂസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ഗ്രിഗോണിന്റെ മുന്നിൽ ഇവനെ വെച്ച് വില പേശിയാലോ, അത് നമ്മുടെ ഗ്ലോഡൻ സമ്മതിക്കും. അങ്ങനെ ഇവനെ ഒരു ടണലിനുള്ളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ടണൽ ശരിക്കും ലാവ ടണലായിരിക്കും. ഈ ജന്തുക്കൾക്ക് ഈ ജീവികൾക്ക് ഹീറ്റ് ഭയങ്കരമായിട്ട് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ തണുപ്പ് അവർക്ക് പറ്റില്ല. എന്നാൽ നമ്മുടെ ഗ്ലോഡൻ ആവട്ടെ ഇപ്പൊ എലിയോയെ വായ്ക്കകത്ത് വച്ചിട്ടാണ് രക്ഷപ്പെടുത്തുന്നത് ആ ഒരു ടണലിലൂടെ പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്പേസ് ഷിപ്പിൽ കയറിയിട്ട് ഗ്ലോഡന്റെ കൂടെ എലിയോ ഇപ്പൊ നേരെ കമ്മ്യൂണിവേഴ്സിലേക്ക് വരും. ശേഷം നമ്മുടെ ഗ്രിഗോണെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മകൻ ഇപ്പോ എന്റെ കസ്റ്റഡിയിലാണ്, അവനെ വിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ കമ്മ്യൂണിവേഴ്സിന് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. മകനെ വെച്ച് വില പേശിയപ്പോ നമ്മുടെ ഗ്രിഗോൺ ഒന്നും ഞെട്ടിപ്പോവും. അവന് ഒരു പ്രശ്നവും നിങ്ങൾ ഉണ്ടാക്കരുത്, അവനെ എനിക്ക് ജീവനോടെ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ഉണ്ടാവുള്ളൂ ജീവനോടെ, ഞാനിപ്പോ അവനെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരും എന്നെല്ലാം പറഞ്ഞിട്ട് കമ്മ്യൂണിവേഴ്സിനെ വെറുതെ വിട്ടതായിട്ട് പറയും. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷവും. എല്ലാവരും എലിയോയോട് താങ്ക്സ് ഒക്കെ പറയും. പക്ഷെ നമ്മുടെ ഗ്ലോഡൻ അവിടെ നിൽക്കുവാണ്. കാരണം അവന് നല്ലോണം തണുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് ഭയങ്കര തണുപ്പാണ്. ഉടനെ തന്നെ ഓയെ യൂസ് ചെയ്തിട്ടൊരു ചിപ്പ് ഗ്ലോഡന് നമ്മുടെ എലിയോ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ ഗ്രിഗോൺ ആവട്ടെ എത്രയും പെട്ടെന്ന് കൊച്ചിനെ രക്ഷപ്പെടുത്താൻ അവിടെ പോവാൻ നിൽക്കുകയാണ്. ഈ ഒരു ചിപ്പ് യൂസ് ചെയ്ത് ഗ്ലോഡന് ഇപ്പൊ നല്ല ചൂട് പോലെ ആവുന്നുണ്ട്. ശേഷം നമ്മുടെ എലിയോയും ഗ്ലോഡനും കൂടെ അവിടെ ഫുൾ കറങ്ങി നടക്കുകയാണ്. ഇവർ തമ്മിൽ കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് നല്ലോണം കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരവരുടെ പേടിയെ പറ്റിയിട്ടും വിഷമത്തെ പറ്റിയിട്ടും ഒക്കെ തന്നെ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലോഡന് അച്ഛന്റെ പോലെ ഇത്തരത്തിലെ യുദ്ധങ്ങളൊന്നും ഇഷ്ടമല്ല. സോ എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് ഇഷ്ടമല്ല, എനിക്ക് നിന്നെ പോലെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കണം, ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടാനായിരുന്നു ആഗ്രഹം എന്നെല്ലാം ഗ്ലോഡൻ പറയുമ്പോഴാണ് അച്ഛന്റെ സ്പേസ് ഷിപ്പ് വരുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഗ്ലോഡന് അണിയിക്കാനായിട്ടുള്ള കവച കുപ്പായം കൊണ്ടുവന്നപ്പോൾ എനിക്ക് അതൊന്നും ഇടുന്നത് ഇഷ്ടമല്ല എന്നവൻ പറയാണ്. എലിയോ പറഞ്ഞു നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഒരിക്കലും അത് ഇടാനായിട്ട് പോകുന്നില്ല, നീ പേടിക്കണ്ട എന്ന്. എന്നിട്ട് നേരെ നമ്മുടെ ഗ്ലോഡന്റെ ക്ലോണിനെ ഉണ്ടാക്കാൻ പോവാണ്. ആ സമയം ഇവന്റെ ക്ലോൺ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യുന്നുവെന്നും നമ്മുടെ എലിയോ കാണുന്നുണ്ട്. ഓയെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗ്ലോഡന്റെ ഒരു ക്ലോണിനെ ഉണ്ടാക്കി ഒറിജിനൽ നമ്മുടെ ഗ്ലോഡനെ ഇവന്റെ സ്പേസ് ഷിപ്പിൽ ഒളിച്ചു വെച്ചിട്ടാണ് ഇവൻ പോകുന്നത്. എന്നിട്ട് ക്ലോണിനെ കൊണ്ടുപോവാണ്. ഇതേ സമയത്ത് ആന്റിക്കാണെങ്കിൽ നമ്മുടെ എലിയോയുടെ മേലെ ഭയങ്കര സംശയം തോന്നി. അവന്റെ മുടി കളക്ട് ചെയ്യും. മുടി എടുത്തിട്ട് നേരെ മൈക്രോസ്കോപ്പ് വഴി നോക്കും. അപ്പൊ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പെട്ടെന്നാണ് ഈ മുടി തനിയെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അതിങ്ങനെ മൂവ് ചെയ്ത് നമ്മുടെ എലിയോന്റെ തലയിൽ തന്നെ പോയി നേരെ ഇരിക്കുന്നതായിട്ട് ഇവർ കാണുകയാണ്. ഉടനെ തന്നെ ആന്റി ആകെ പേടിച്ചു പോയി. ആന്റി എന്തൊക്കെയോ സത്യം കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാക്കിയ എലിയോയുടെ ക്ലോണ് ഉള്ള സത്യങ്ങളെല്ലാം ആന്റിയുടെ അടുത്ത് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് ഇവിടെ കമ്മ്യൂണിവേഴ്സിലെ കാര്യം നോക്കുകയാണെങ്കിൽ ക്ലോണിനെ ആണ് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ഗ്രിഗോൺ ആവട്ടെ ആ കവച കുപ്പായം ആ ഗ്ലോഡന്റെ ദേഹത്തേക്ക് അണിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ എന്റെ മകനെ തിരിച്ചു തന്നതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്, ഞാൻ നിങ്ങളുടെ കമ്മ്യൂണിവേഴ്സിന് ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇവരുടെ ഒരു റിച്വൽ പോലെയൊക്കെ ഉണ്ട്. ആ റിച്വലിന്റെ അവസാനം ആ കവച കുപ്പായത്തിൽ നമ്മുടെ ഗ്ലോഡൻ കയറിയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്ലോഡന്റെ പെരുമാറ്റം ഒട്ടും തന്നെ വാർ ഇഷ്ടപ്പെടാത്ത ഗ്ലോഡൻ വരൂ അച്ഛാ നമുക്ക് യുദ്ധം ചെയ്യാമെന്നെല്ലാം പറയുമ്പോൾ ഗ്രിഗോണ് ഡൗട്ട് അടിക്കുകയാണ്. ആ ഗ്രിഗോണ് ഡൗട്ട് അടിച്ച ഉടനെ തന്നെ അവൻ ഇക്കാര്യം ചോദ്യം ചെയ്തു. ഞാൻ അവന്റെ അച്ഛനല്ലേ, എനിക്കറിയാലോ അവൻ എങ്ങനെ പെരുമാറും എന്ന്, സത്യം പറ എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു ഏലിയനാണ് ക്വസ്റ്റയോട് ഇവന്റെ മൈൻഡ് റീഡ് ചെയ്യാൻ പറയാണ്. അങ്ങനെ മൈൻഡ് റീഡ് ചെയ്ത് ക്വസ്റ്റയ്ക്ക് ഒരുപാട് വേറൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായി. നമ്മുടെ എലിയോയെ പറ്റിയുള്ള സത്യങ്ങൾ, ആ സത്യങ്ങളൊക്കെ തന്നെ ഇവള് തുറന്നു പറയുകയും ചെയ്യാണ്. ഇതേ സമയത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്ലോഡൻ അറിയാതെ ആ സ്പേസ് ഷിപ്പ് ഓപ്പൺ ആക്കി. അതാണെങ്കിൽ ഭൂമിയിലേക്കും പോയിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് ഗ്ലോഡനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിവേഴ്സ് തന്നെ തകർത്ത് കളയുമെന്ന് പറയാണ്
നമ്മുടെ ഗ്രിഗോൺ എന്ന എലിയോയെ ആവട്ടെ നീ ഇവിടെ നിൽക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞ് അവർ നേരെ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് ഭൂമിയിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു. അവൻ വീണ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ക്ലോൺ എലിയോയും ആന്റിയും കൂടി ഉണ്ടായിരുന്നത്. ആ ആന്റിയും ക്ലോൺ എലിയോയും തമ്മിലുള്ള ആ ഒരു ബന്ധം കാണുമ്പോൾ നമ്മുടെ എലിയോയ്ക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. പക്ഷെ അവനാണല്ലോ ആ സ്ഥാനത്ത് വേണ്ടിയിരുന്നത്, എനിക്കിപ്പോ ഒന്നുമില്ലല്ലോ, എനിക്ക് ഈ ഭൂമിയിൽ ഒരു റോളും ഇല്ലല്ലോ എന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ്. ഉടനെ ആ ഒരു ക്ലോൺ എലിയോ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ എലിയോ അവിടെ എത്തുന്നുണ്ട്. ആന്റിക്ക് ആദ്യം ഇത് ഒറിജിനലാന്ന് മനസ്സിലായില്ല. പിന്നീട് അവിടെയുള്ള ലൈറ്റ് ഒക്കെ കത്തുമ്പോൾ നമ്മുടെ എലിയോ തന്നെ കാണുന്നുണ്ട് ഏലിയൻസ് ബ്രിങ് ഹിം ഹോം എന്ന്. ഇത് കാണുമ്പോൾ ആന്റിക്ക് അവനോടുള്ള സ്നേഹം മനസ്സിലാക്കി നമ്മുടെ എലിയോ സത്യമൊക്കെ തുറന്നു പറയാണ്. എന്നിട്ട് കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞു. പെട്ടെന്നായിരുന്നു നമ്മുടെ ആന്റിക്ക് അവരുടെ വർക്ക് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരുന്നത്. അവിടെ ഒരു സ്പേസ്ഷിപ്പ് വന്നെന്ന്. ഉടനെ തന്നെ അതിൽ ഗ്ലോഡൻ ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ ആന്റിയെ എലിയോ അവിടെ കൂട്ടിക്കൊണ്ടുപോവാണ്. ക്ലോൺ എലിയോയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടെയുള്ള സോൾജിയേഴ്സിന്റെ ഒക്കെ തന്നെ ശ്രദ്ധ നമ്മുടെ ആന്റിയും മോനും കൂടി തിരിക്കുന്നുണ്ട്. നമ്മുടെ ക്ലോൺ പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്ത് അവരെയൊക്കെ പേടിപ്പിച്ചു കേട്ടോ. ശേഷം അകത്തോട്ട് കടന്നു. എന്നിട്ട് ആന്റിയുടെ യൂണിഫോം എടുത്തിട്ട് നേരെ ആ ഒരു സ്പേസ് ക്രാഫ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നമ്മുടെ എലിയോ ആ സ്പേസ് ക്രാഫ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ തണുത്ത് വിറച്ച് കിടക്കുന്ന ഗ്ലോഡനെ കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സോൾജിയേഴ്സ് അവിടേക്ക് കടന്നു വരികയാണ്. ഈ സോൾജിയേഴ്സിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആന്റി ഇത്രയും നേരം അവന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എത്രയും പെട്ടെന്ന് ഈ സ്പേസ് ഷിപ്പ് എടുത്തോണ്ട് ഇവിടുന്ന് പോടാ എന്നും പറഞ്ഞ് അവരത് ഓണാക്കി ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ലൈഫിൽ എലിയോക്ക് കിട്ടിയ ഫസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു നമ്മുടെ ഗ്ലോഡൻ. ആ ഒരു കെയർ നമ്മുടെ ആന്റിയും കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവർ എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു ഡെബ്രിസിലാണ്. അതായത് സ്പേസിൽ തന്നെ ഒരുപാട് ഉൽക്കകളും സ്പേസ് ഷിപ്പുകളും കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. ഇത് താഴെ നിന്ന് ആരെങ്കിലും ഇവർക്ക് വഴി കാണിച്ചു കൊടുക്കണം. ആദ്യം ഇവർ ബ്രയാനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. പക്ഷെ ബ്രയാൻ പറഞ്ഞു എന്റെ മെന്ററിനെ വിളിക്കുകയായിരിക്കും നല്ലത്. മെന്റർ മറ്റാരുമല്ല, നമ്മുടെ മെൽമാക് ആയിരുന്നു. അങ്ങനെ മെൽമാക്കിന് ശരിക്കും പ്രാക്ടിക്കലി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ മെൽമാക്ക് അവിടെ നിന്ന് ഇവർക്ക് മാപ്പ് ഇട്ട് പറഞ്ഞു കൊടുക്കും. ആ മാപ്പിനനുസരിച്ച് ഇവരുടെ സ്പേസ് ഷിപ്പ് ഓടിച്ചോണ്ടേയിരിക്കും. ഇപ്പൊ ഏകദേശം എല്ലാ ഡെബ്രിസും കടന്നു. പക്ഷേ തൊട്ടു മുന്നിലായിട്ട് വലിയൊരു സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു. ആ സാറ്റലൈറ്റ് കണ്ട് നമ്മുടെ എലിയോ ഒന്ന് പേടിക്കുന്നുണ്ട്. പക്ഷേ ആന്റി പെട്ടെന്ന് തന്നെ ഈ സ്പേസ് ഷിപ്പ് അങ്ങ് പൊക്കും. അങ്ങനെ ഇവര് മുകളിലെത്തും. പക്ഷെ നമ്മുടെ ഗ്ലോഡന് കൂടെ വയ്യാതായിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് ഇവർ കമ്മ്യൂണിവേഴ്സിലേക്ക് തിരിച്ചെത്തും. അങ്ങനെ ഗ്ലോഡനെ കണ്ടതും അവന്റെ അച്ഛന് വിഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ എലിയോയ്ക്കും വിഷമാവുകയാണ്. നീ എന്നെ പോവല്ലടാ എന്നെല്ലാം പറഞ്ഞ് എലിയോ കരയാൻ തുടങ്ങും. പെട്ടെന്നായിരുന്നു ഗ്രിഗോൺ അവന്റെ പുറം ചട്ടയെല്ലാം പറിച്ച് കളഞ്ഞ് പുറത്തോട്ട് വന്ന് ഒരു കോട്ടൺ പോലുള്ള ഒരു സംഗതി എടുത്ത് നേരെ നമ്മുടെ ഗ്ലോഡനെ ചുറ്റാനായിട്ട് തുടങ്ങും. എന്നിട്ട് ജസ്റ്റ് അവനിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ പയ്യെ നമ്മുടെ ഗ്ലോഡൻ ചൂട് പറ്റി ഉണരാണ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ എലിയോയുടെ അടുത്ത് എന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ സത്യം പറയണോ എന്ന് ചോദിക്കുമ്പോൾ നീ പറയേ എന്ന് എലിയോ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ എനിക്ക് വാറൊന്നും ഇഷ്ടമല്ല എന്ന് നമ്മുടെ ഗ്ലോഡൻ പറയുമ്പോൾ ഗ്രിഗോൺ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരെയും മോചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ആയപ്പോൾ എലിയോയെ കമ്മ്യൂണിവേഴ്സിലെ മെമ്പർ ആയിട്ട് എടുക്കാൻ വേണ്ടി ആ ഏലിയൻസ് തീരുമാനിക്കുകയാണ്. പക്ഷെ നമ്മുടെ എലിയോ ആദ്യം ഫുൾ ഹാപ്പി ആയിട്ട് കാണും. പക്ഷേ അവനില്ലാതെ അവന്റെ ആന്റി തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ ആ ഒരു വിഷമം കണ്ട് എനിക്കറിയാം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ലെന്ന്. പക്ഷേ ഭൂമി അതെന്റെ ഹോമാണ്, എന്റെ ഫാമിലിയാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഏലിയൻസിനോട് അവന്റെ അത്രയും നാളത്തെ ആ ഒരു സ്വപ്നം എല്ലാം വേണ്ടാന്ന് വെച്ച് ഗുഡ് ബൈ പറയാനായി നിൽക്കുകയാണ്. അവരെല്ലാവരും ഏറെ സങ്കടത്തോടെ അവരുടെ നാട് രക്ഷപ്പെടുത്തിയ, അവരുടെ ലോകം രക്ഷപ്പെടുത്തിയ നമ്മുടെ എലിയോയോട് താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ ആന്റിയും എലിയോയും കൂടെ തിരിച്ചു ഭൂമിയിലേക്ക് വന്നു. ഇത്രയും നാള് നമ്മളല്ലാതെ മറ്റാരെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്ന ആളുകൾക്കൊക്കെ ആൻസർ ആയിട്ട് അവിടെ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടായി. ഏലിയൻസിന് എല്ലാവർക്കും കാണാനായിട്ട് സാധിച്ചു, നമ്മുടെ ആന്റിയുടെയും എലിയോയുടെയും കാരണം. ഇത്തരത്തില് മനോഹരമായ ഒരു സീനോട് കൂടിയിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയിൽ പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി തന്നെയാണ്. പലരുടെയും ആ ഒരു ചിന്തകളിൽ നിന്നാണ് പല കണ്ടുപിടുത്തങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഈ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയില്ലാത്ത ആ ലോകത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങള് പലരും ചിന്തിച്ച് അങ്ങനെ ഒരു ലോകം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ തോന്നലായിരിക്കാം, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ചിന്തിക്കാനുള്ള ഈ മനുഷ്യന്റെ കഴിവ് അതിനേക്കാൾ മനോഹരമായ മറ്റൊന്നുമില്ല. സോ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇപ്പോഴും ക്യൂരിയോസിറ്റി ഉള്ള, നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുള്ള, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒബ്സസ്ഡ് ആയിട്ടുള്ള കാര്യത്തെ പറ്റിയിട്ട് കമന്റ്സ് ആയി പറയൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.